മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൽ അനർഹരെ ഉൾപ്പെടുത്തിയെന്ന് വിജിലൻസിന് പരാതി. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ വിജിലൻസ് പ്രാഥമിക വിവരശേഖരണം നടത്തുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് ഗുണഭോക്തൃ പട്ടികയെപ്പറ്റി ഗൗരവമുള്ള പരാതികളുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി രംഗത്ത് വരുന്നത്. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. അനർഹരെ പട്ടികയിൽ ഉൾപ്പെടുത്തി അതിൽ ചില റവന്യൂ ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയതായി സംശയിക്കുന്നു എന്നുള്ളതാണ് പരാതി. ഒരു റേഷൻ കാർഡിൽ 3 പേരുണ്ടാകെ, ജ്യേഷ്ഠനും അനിയനും. ഈ ജ്യേഷ്ഠനെയും അനിയനെയും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരാളെ വാടകക്കാരനാക്കുന്നു, ഒരാളെ ബിൽഡിംഗ് ഉടമയാക്കുന്നു. ഒരു വീട് ഒലിച്ചതിന് പോയതിന് പകരം 2 വീട് നൽകുന്നു. എന്നാൽ ഇതേപോലെ മാനദണ്ഡമുള്ള എത്ര ആളുകൾ പുറത്തുണ്ട്. ഇവരിപ്പോൾ 49 ആളുകളുടെ പേര് ചേർത്തത് പുതിയ 49 ഓരോ മാനദണ്ഡമാണ് എഴുതി ചേർത്തിട്ടുള്ളത്. വില്ലേജ് ഓഫീസറാണ് എഴുതി ചേർത്തിട്ടുള്ളത്. കളക്ടർ മുതൽ താഴോട്ട് എഴുതി ചേർത്ത് DDMA അംഗീകരിച്ച് സർക്കാരിലേക്ക് അയച്ച് അംഗീകരിച്ച ഈ മാനദണ്ഡ പ്രകാരം 173 കുടുംബം പുറത്തുണ്ട്. നോക്കി, നിങ്ങൾ ഈ 173 കുടുംബം നമ്മൾ വെറുതെ പറയുന്നതല്ല. സർക്കാർ തന്നെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ നിങ്ങൾക്കിവിടെ വാസയോഗ്യമല്ല, നിങ്ങൾ മാറി താമസിക്കണം, നിങ്ങൾ അപകട ഭീഷണിയിലാണ്, ഈ പ്രദേശം വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി താമസിപ്പിച്ചതാണ്. ചില ആളുകൾ ഈ ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറായിട്ട് രാത്രികാലങ്ങളിലും പലയിടങ്ങളിൽ പല റിസോർട്ടുകളിലൊക്കെ ഗൂഢാലോചന നടത്തുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രൂപ്പിൽ ദുരന്തബാധിതരുടെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര വീഡിയോകൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ ഞങ്ങൾ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിയും അത് സംശയത്തിൻ്റെ നേരിൽ തന്നെ നിർത്തിയിട്ടുള്ളത്. ഒരു അർഹതയില്ലാത്ത ആളുകളെ എഴുതി ചേർത്ത് തന്നെ ഇതിൽ അഴിമതി നടന്നുകൊണ്ട് തന്നെയായി. ഒരു ലോബി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു റിസോർട്ട് ലോബി. ഇവരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഈ 2 വീടാണ്. DYSPക്ക് ബോധ്യമായിട്ടാണ് രേഖാമൂലം പരാതി കൊടുക്കാൻ പറഞ്ഞ് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അത് തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ന്യായമായ അന്വേഷണം നടന്നാൽ ഈ അഴിമതി പുറത്തു വരികയും ചെയ്യും. ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിൽ അഴിമതി നടന്നു എന്ന് തന്നെയാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഉറപ്പിച്ചു പറയുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് പുറത്തു വരും. എന്തായാലും ഇവരുടെ പരാതിയിൽ പ്രാഥമിക വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.